birthday to you. Happy birthday dear അമ്മ. കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 26 ഒക്ടോബർ. ഈ കണ്ടത് എൻ്റെ മക്കൾ എനിക്ക് തന്നൊരു ചെറിയ ബർത്ത്ഡേ ഗിഫ്റ്റായിരുന്നു. ചെറിയൊരു കേക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു പുഡിങ് പോലെയോ എന്തോ സംതിങ്. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതും എൻ്റെ കാർത്തൂൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ ഐറ്റം. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. എന്തായാലും മക്കളുടെ സർപ്രൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. Happy birthday to you. Happy birthday dear Ritu. Happy birthday to you. ഇതെൻ്റെ ആങ്ങളെയും കൊളീഗ്സും ആയിരുന്നു. അവരും സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ സന്തോഷത്തോടെ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന മക്കളുമുണ്ട്. കാണുന്ന മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ അറിയാവുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങൾ ബോധേഡാവാറേയില്ല. ഇത് അവരെനിക്ക് തന്ന ചെറിയൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു പിറന്നാളായിരുന്നു ഇത്. എല്ലാ കൊല്ലവും പിറന്നാൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്രാവശ്യത്തെ പിറന്നാളെന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യലായിരുന്നു. ഒരുപാട് ദുഃഖങ്ങളിലൂടെയും ഒരുപാട് ടെൻഷൻസിലൂടെയും ഒരുപാട് പ്രതിബന്ധങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നൊരു സമയമായിരുന്നു. പക്ഷേ ഇതുപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ആത്മാർത്ഥതയുള്ള കുറച്ച് പേരുള്ളത് കൊണ്ട് ആ ദുഃഖങ്ങളെല്ലാം മാറി സന്തോഷിക്കാനായിട്ട് സാധിച്ചു. ഇതെൻ്റെ മക്കൾ എനിക്ക് തന്ന ഗിഫ്റ്റാട്ടോ. എല്ലാ കൊല്ലം അവർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗിഫ്റ്റ് തരാറുണ്ട്, സർപ്രൈസാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതെല്ലാം എൻ്റെ മുമ്പിൽ കൂടെ തന്നെ നടന്നായിരിക്കും. അവർ ഓരോന്ന് മേടിക്കുന്നതാണെങ്കിലും പാക്ക് ചെയ്യുന്നതാണെങ്കിലും ഇതെല്ലാം എൻ്റെ മുമ്പിൽ കൂടെ നടന്നതാണ്. ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കും. അവരുടെ സന്തോഷമല്ലേ, നമ്മൾ ആ കൂടെ നിൽക്കണ്ടേ. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ ദുഃഖത്തിലും സങ്കടങ്ങളിലും എല്ലാം ഇവരെൻ്റെ കൂടെയുണ്ട്. അമ്മ വിഷമിക്കേണ്ട, അമ്മയുടെ കൂടെ ഞങ്ങളില്ലേ എന്നെല്ലാം പറഞ്ഞ് എൻ്റെ കൂടെയുണ്ട്. അവരുടെ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് ചോക്ലേറ്റ് ആയിരുന്നു ഗിഫ്റ്റ്. അതിൻ്റെ കൂടെ കുറച്ച് വേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. യു ഹാവ് ടോട്ട് മീ കൈൻഡ്നെസ്, ഹൗ ടു ലീവ് ആൻഡ് ടു ലവ്, ആൻഡ് യു വിൽ നെവർ ഫെയിൽ ടു ഗോ ബിയോണ്ട് ആൻഡ് എബോവ്. എൻ്റെ ചെറിയ മോൾ എഴുതിയതാ കല്ലു. അങ്ങനെ 2-3 കോഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോരാതെ എൻ്റെ ബർത്ത്ഡേ മന്ത് അവൾ കലണ്ടർ പോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ദേ അടുത്ത ആളും ചോക്ലേറ്റ് തന്നെയാണ് ഗിഫ്റ്റ് തന്നത്. 2 പേരും കൂടെ ഒരുപാട് ചോക്ലേറ്റ് എനിക്ക് ഗിഫ്റ്റ് തന്നെ. ഇതെല്ലാം കഴിച്ച് ഇനി ഷുഗർ പിടിപ്പിക്കാതെ നോക്കണം. നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ച് ആത്മബന്ധങ്ങളെ കിട്ടും. അത് ചിലപ്പോൾ നമ്മുടെ മക്കളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടായിരിക്കും. അങ്ങനെ എനിക്ക് കുറച്ച് ആത്മബന്ധങ്ങളുണ്ട്. അവർ തന്ന ഗിഫ്റ്റാണിത്. ഒരുപാട് ഇഷ്ടമായി ഗിഫ്റ്റ്. ഇങ്ങനൊരു ഗിഫ്റ്റ് എനിക്ക് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേട്ടോ. ഗിഫ്റ്റുകളെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരുപാട് സന്തോഷം. ഇതെൻ്റെ ഒരു മകൻ തന്ന ഗിഫ്റ്റാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവൾക്കിപ്പോൾ എവിടുന്നാ ഒരു മകൻ വന്നത്? മകനില്ലല്ലോ, 2 പെൺകുട്ടികളാണല്ലോ എന്നൊക്കെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, രക്തബന്ധങ്ങളെക്കാൾ വലിയ ആത്മബന്ധമുണ്ടെന്ന്. എനിക്ക് അങ്ങനെ കിട്ടിയൊരു മകനാണ്. ഒന്നല്ല കേട്ടോ, വേറെ മക്കളുണ്ട്, അതിൽ ഒരാൾ. ഇത് അടുത്ത ആളുടെ ഗിഫ്റ്റ്. ചോക്ലേറ്റാണ് കേട്ടോ. ചോക്ലേറ്റ് ഉണ്ട്, ഫ്ലവറുണ്ട്. എന്ത് പറയാനായിട്ടാ, ഒരുപാട് സന്തോഷമുള്ളൊരു പിറന്നാളായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷിച്ചു. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ആങ്ങള. എന്ത് ഹെൽപ്പിനും ഓടി വരും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയാം. എൻ്റെ ഒരു ചേട്ടനെ പോലെ, അനിയനാണെങ്കിലും എൻ്റെ ഒരു ചേട്ടനെ പോലെ തന്നെയാണ് അവൻ എനിക്ക്. അതുപോലെ തന്നെയാണ് എൻ്റെ ആത്മമിത്രങ്ങളും. സ്റ്റോറിയിലൂടെയും മെസ്സേജിലൂടെയും വിഷസ് അറിയിച്ച ഒരുപാട് പേരുണ്ട്. സുഹൃത്തുക്കളും ബന്ധുക്കളും കസിൻസും എല്ലാവരോടും ഒരുപാട് സ്നേഹം.